മക്കളെ, എല്ലാവർക്കും മിസ്സിൻ്റെ ഗുഡ് ഈവനിങ്. അപ്പോൾ അതേ നമ്മൾ ക്ലാസ് 1 മലയാളത്തിൽ പഠിച്ചിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ് പോം പോം വണ്ടി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വണ്ടികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വണ്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് വാഹനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക, വാഹനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഓരോ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് വാഹനമാണ്, ആ വാഹനത്തിൻ്റെ പേരെഴുതാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ മിസ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് വാഹനങ്ങളെ മക്കൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുകൂടാതെ തന്നെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്, ഏത് വാഹനമാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ കാര്യം കൂടിയും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വണ്ടി നോക്കാം അല്ലേ. ഇത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് ഏത് വാഹനമാണെന്നൊന്ന് നോക്കി പറഞ്ഞേ. ഇത് ഏത് വാഹനമാണ്? ഇതേ ഒന്നാമതായിട്ട് ഈ തന്നിട്ടുള്ളത്. ഇതാണ് ബസ്. അപ്പോൾ ബസ് എങ്ങനെ എഴുതുക? ഇതേ ബസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം കേട്ടോ. ഇതാണ് ബസ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇതെന്താ? ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ, കുറേ ആളുകളുടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മളെല്ലാവരും കയറിയിട്ടുള്ള വേറൊരു വാഹനമാണ് കാർ അല്ലേ. കാർ എന്ന് എഴുതണം കേട്ടോ, കറല്ല കാർ. ഓക്കെ, ഇനി അടുത്ത ഇത് ഏതാണ്? ഇത് ലോറിയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വാഹനമാണ് ലോറി അല്ലേ. അപ്പോൾ ബസ്, കാർ, ലോറി, ഇവർ 3 പേരും വാഹനങ്ങളാണ്. ഇനി അടുത്ത വാഹനം നോക്കിക്കേ, ഇതേത് വാഹനം? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓട്ടോ വിളിക്കും, ഓട്ടോ വിളിക്കും എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാണ് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ. ഓക്കെ, ഇതാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. മിസ് ഒന്നും കൂടി എഴുതി കാണിക്കാം, മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. റിക്ഷ, ഇങ്ങനെയാണ് ഓട്ടോറിക്ഷ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ഇത് ബൈക്കാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്തെഴുതാം? മോട്ടോർ സൈക്കിൾ എന്ന് എഴുതാം. മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈക്ക് തന്നെയാണ്, ബൈക്ക്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് ജീപ്പാണ് അല്ലേ. ജീപ്പ് എന്ന് പറയുന്ന വാഹനമാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ജീപ്പ്. നോക്കിക്കേ, ജീപ്പ് എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ജി എന്നാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതണം, ജീപ്പ്. ഇങ്ങനെ എഴുതിയാലാണ് ജീപ്പ് ആവുക. ഓക്കെ, ഇനി അടുത്ത വാഹനം നോക്കിക്കേ. ഇത് റോഡിലൂടെ പോകുന്ന വാഹനമല്ല, ഇത് വെള്ളത്തിലൂടെ പോകുന്ന ഒരു വണ്ടിയാണ്. ഇത് ഏത് വാഹനമാണ് വെള്ളത്തിലൂടെ പോകുന്നത്? മിസ് പണ്ട് സമയത്ത് മിസ്സിൻ്റെ നാട്ടിലൊക്കെ കടലൊക്കെ കാണാൻ പോകണമെങ്കിൽ ഇതിലൂടെ അപ്പുറത്തോട്ട് കിടക്കണം. അപ്പോൾ ഇത് ഏതായിരിക്കും? ഇത് തോണിയാണ് അല്ലേ, തോണി. ഇനി തോണിയുടെ ഒരു വലിയ സാധനം അല്ലേ, നമ്മൾ കടലിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ സമുദ്രത്തിലും, അതുകൂടാതെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ പേര് കയറിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. വലിയ വെള്ളത്തിലൂടെ പോകുന്ന ഒരു വാഹനമാണ് കപ്പൽ. കപ്പലാണ് അടുത്ത് തന്നിട്ടുള്ളത്, കപ്പൽ. ഇത് രണ്ടും വെള്ളത്തിലൂടെ പോകുന്നതാണ്. വെള്ളത്തിലൂടെ ഉള്ളതാണ് നമ്മുടെ തോണിയും കപ്പലും വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതെന്താ? രാത്രി നമുക്ക് ആകാശം നോക്കുന്ന സമയത്ത് ഇവൻ പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ കത്തിയിട്ട് നമുക്ക് നക്ഷത്രം ഇങ്ങനെ പോകുന്ന പോലെ തോന്നാം. ഇത് നമ്മുടെ വിമാനമാണ് അല്ലേ, വിമാനം. വിമാനം. ഇനിയോ അടുത്തെന്താണ്? ഇതിൽ നമ്മൾ ആരും കയറിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഇവനെ ആകാശത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് റോക്കറ്റ്. റോക്കറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇങ്ങനെ പുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ആകാശത്തിലൂടെ പോകുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ചിത്രത്തിലുള്ളത് ഏതാന്നുള്ളത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഫയർ എൻജിൻ. ഓക്കെ, ഇത് ചുവപ്പ് കളറിലായിരിക്കും ഉണ്ടാവുക.
എവിടെയെങ്കിലുമൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ ആ തീയൊക്കെ അണയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫയർ എൻജിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എഴുതി പഠിക്കണം. ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് മക്കൾക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു വീഡിയോ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.